ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബാംഗ്ലൂർ ഡേയ്സ് വിത്ത് അച്ചു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട കുറച്ച് വീഡിയോസ് എല്ലാം മലയാളം സീസൺ 7 ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു 10 days എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്നാട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നലത്തെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാനും ഹസ്ബൻഡും ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലുള്ള മാരിറ്റിൽ ഒരു 1 day സ്റ്റേ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡിന് പ്ലാറ്റിനം എലൈറ്റ് മെമ്പർഷിപ്പ് ഉള്ളത് കാരണം നമ്മുടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എക്സസ് ആയിട്ടുള്ള റൂമാണ് എടുത്തത്, ഫ്രീ എക്സിക്യൂട്ടീവ് ലോഞ്ച് എക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 1 day സ്റ്റേ ആയിരുന്നു. അപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഞങ്ങൾ ഒരു ഉച്ചയ്ക്കൊരു 2 മണിയാകുമ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പിറ്റേ ദിവസം, അതായത് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്കൊരു 12 മണിയൊക്കെ ആകുമ്പോഴാട്ടോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 17th ഫ്ലോറാണ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ 17th ഫ്ലോർ ആക്ച്വലി. കാരണം അത്യാവശ്യം നന്നായിട്ട് ബാംഗ്ലൂർ സിറ്റി കുറേയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. നമുക്ക് റൂമിലിരിക്കുമ്പോൾ തന്നെ നല്ലതായിരുന്നു. നമുക്ക് പൂള് കാണാൻ പറ്റും, പിന്നെ കുറേ മരങ്ങളും ഇതൊക്കെ നല്ല നൈറ്റ് വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ 17th ഫ്ലോറിൽ ഇതാട്ടോ ഞങ്ങളുടെ റൂമിനകത്താണ് നല്ല വാഷ്റൂം ആയിരുന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ്, നല്ല കാര്യങ്ങളായിരുന്നു, നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു വാഷ്റൂമൊക്കെ. പിന്നെ ബെഡ്റൂം ആണെങ്കിലും നല്ലതായിരുന്നു. ഈ പറഞ്ഞാൽ കുറേ കോംപ്ലിമെൻറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് നമുക്കൊരു TV ഉണ്ടാവും, പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ്, പിന്നെ വർക്കിംഗ് ടേബിൾ, അങ്ങനെ കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ നല്ല ഹോസ്പിറ്റാലിറ്റി സർവീസ് നല്ല അടിപൊളിയാണ്. മാരിറ്റ് പിന്നെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ നല്ലതായിരുന്നു. ആക്ച്വലി ഈ റൂമിൻ്റെ റെൻറ്റ് 1 day റെൻറ്റ് അറൗണ്ട് 25,000 ആട്ടോ ഈ ഒരു റൂം. അപ്പോൾ നമുക്ക് ഈ എക്സിക്യൂട്ടീവ് ലോഞ്ച് എക്സസ് ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ കിട്ടി ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ എന്താ പറയുക ഒരു വ്യൂ. അത്രയും നല്ല അടിപൊളിയായിട്ടാണ് ഇത്. ആക്ച്വലി ഒരു ഉച്ചനേരത്തുള്ളൊരു വ്യൂ ആണ് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് ആ ഒരു ഭാഗം. ഈവൻ നമുക്ക് നൈറ്റ് മെട്രോ പോകുന്നതൊക്കെ കാണാൻ പറ്റും. നൈറ്റ് കാണാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷേ ഫ്രിഡ്ജിനകത്ത് ഉണ്ടെങ്കിലും അത് നമുക്ക് ഈസി ആക്സസ് അല്ല, നമ്മൾ അതിന് പേ ചെയ്യേണ്ടി വരും. പിന്നെ ഇത് എന്ന് വെച്ചാൽ ലോഞ്ചാണ് അവിടുത്തെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ പോയി ലോഞ്ചിൽ പോയി ജസ്റ്റ് ടീ ഒക്കെ നമ്മൾ അവിടെ നിന്ന് കുടിച്ചു. ചെറിയ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റും കാര്യങ്ങളും, അതെല്ലാം നമ്മളെടുത്തു. ലോഞ്ചാണെങ്കിലും നല്ല അടിപൊളിയാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം സാധനങ്ങൾ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. കുക്കീസ് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലോഞ്ച് ആക്ച്വലി 15th ഫ്ലോർ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഡിന്നർ നമ്മൾ പോയിട്ടോ. ഡിന്നറാണെങ്കിൽ ബൊഫേ ആയിരുന്നു, അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഏത് കഴിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം അത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പേസ്ട്രീസ് ആണെങ്കിലും ഡെസേർട്ട് ഐറ്റംസ് ആണെങ്കിലും കേക്ക്, വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു 2 കേക്ക് വെച്ചിരുന്നു. പിന്നെ ഇഷ്ടം പോലെ നോൺ വെജ് ആണെങ്കിലും വെജ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും നല്ല കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ആക്ച്വലി സ്റ്റാർട്ടറായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് ലോഞ്ച് എക്സസ് ഉള്ളത് കാരണം ഫ്രീ ആണ്. നമുക്ക് എക്സ്ട്രാ വേറെ വല്ലതും കഴിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മെയിൻ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കി തരും. നമ്മളതിന് പേ ചെയ്യണമെന്ന് മാത്രം. ഇതെല്ലാം സ്റ്റാർട്ടേഴ്സാണ്. പക്ഷെ എന്നാൽ പോലും സ്റ്റാർട്ടേഴ്സ് ഇത്രയും ഉള്ളത് കാരണം തന്നെ നമുക്ക് വേറൊന്നും പിന്നെ കഴിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കുറച്ച് സ്റ്റാർട്ടേഴ്സ് എന്തെങ്കിലും എടുത്തിട്ട് മെയിനായിട്ട് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാനാണ്. പക്ഷേ നമ്മൾ ആദ്യം സ്റ്റാർട്ടറും സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ ഫുള്ളായി. പിന്നെ വേറൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളെടുത്തത് ഇത്ര ഐറ്റംസൊക്കെയാണ്. നല്ല സൂപ്പ് ഉണ്ടായിരുന്നു, ബ്രോക്കോളി ഒക്കെ ആയിട്ടുള്ള സൂപ്പ്, ബേബി കോണൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി അത്യാവശ്യം നന്നായി നേരത്തൊക്കെ ഉറങ്ങി. പിന്നെ ഇത് ഏർലി മോർണിംഗ് ആട്ടോ. അപ്പോൾ എനിക്കൊരു 7:30 ടൈമാണ് മോർണിംഗ്. നല്ലൊരു പ്ലസൻ്റ് ആയിരുന്നു രാവിലെ നേരത്ത് നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് താഴോട്ട് നോക്കണ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. ഇത് ജസ്റ്റ് എന്താ പറയുക ഗ്രൗണ്ട് ഫ്ലോർ ആട്ടോ അത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അത്രയ്ക്ക് അങ്ങോട്ട് നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് നടക്കാം. ഇതെല്ലാം സൈഡ് ഇതുപോലെയാണ്, ബാർ പോലെയാണ്. ഈ നൈറ്റ് ടൈമിൽ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം കുറച്ച് നന്നായിട്ട് മേ ബി ഫോറിനേഴ്സിനെല്ലാം അട്രാക്റ്റ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു ഇങ്ങനെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്ലീനാണ്, കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഒരു വൈബ് എന്നൊക്കെ പറയില്ല, എനിക്കൊരു നൈറ്റ്
പാർട്ടീസിനായിരിക്കും ഇത് കുറച്ചും കൂടെ കൂടുതൽ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുക നൈറ്റ് പാർട്ടിയിൽ പോവുകയാണെങ്കിൽ. കാരണം രാത്രി എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ അവർ ക്ലീനിങ് പ്രോസസ് അതിലോട്ടാണ് പോകുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു പൂളുണ്ട്. ആക്ച്വലി ഇവിടെ മാരിയറ്റിൽ പൂളുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം നമ്മൾ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന് സെക്കൻഡ് ഫ്ലോറിലാട്ടോ പൂളുള്ളത്. പൂൾ അത്ര വലിയ പൂളല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ പൂളിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മളതിന് ചുറ്റും എല്ലാം കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞ് എന്താ പറയുക, അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെ നടന്നപ്പോൾ അവിടെ 2 യൂറോപ്യൻസ് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കൊരു 3 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനെയും കളിപ്പിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കുറച്ച് ഉണ്ട്. കുറേ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിലൊന്ന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി നമ്മൾ ഹോട്ടലിലാണ് പോയത്, ലോഞ്ചിലല്ല ഉണ്ടായത്. കാരണം ലോഞ്ചിൽ അവർ പറഞ്ഞു ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാവുക. അപ്പോൾ ഹോട്ടലിൽ നമുക്ക് എന്താ പറയുക ബൊഫേ ആണ്, ഹോട്ടലിൽ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി അവിടെയാണെങ്കിലും അത്രയും വെറൈറ്റി ഫുഡ് നമ്മൾ എന്ത് കഴിക്കുന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പം അത്യാവശ്യം നല്ല ഫുഡ് നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി ഉള്ള ഫുഡായിരുന്നു. കോണ്ടിനെൻ്റൽ ഉണ്ടായിരുന്നു, നമ്മുടെ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ലൈവായിട്ട് അവർ മസാല ദോശ ഉണ്ടാക്കി തരും, അതും ഉണ്ടായിരുന്നു. പിന്നെ ഓംലെറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർ ലൈവായിട്ട് ഉണ്ടാക്കി തരും. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്യാരറ്റ് ഇഡ്ഡലി ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് അവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇഡ്ഡലി ഞാൻ കഴിച്ചു. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സ്മൂത്തി വേണമെങ്കിൽ സ്മൂത്തിയുടെ ഏതൊക്കെ സ്മൂത്തി വേണം എന്ന് പറയുകയാണെങ്കിൽ അവരത് നമ്മൾ ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്ത് കൊടുത്ത് അവർ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും സ്മൂത്തി അപ്പം തന്നെ. പിന്നെ അതല്ലാണ്ട് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇപ്പോൾ കോഫി, ടീ, അതെല്ലാം ഈ പറഞ്ഞ പോലെ അതൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ള കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഓംലെറ്റ് നമുക്ക് അപ്പം ഉണ്ടാക്കി തരും. അങ്ങനെ കുറേ സാധനങ്ങൾ, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമുക്ക് ലഞ്ച് കഴിക്കാൻ പറ്റുന്ന ചില ഐറ്റംസും എല്ലാം അവിടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതെനിക്ക് നല്ലൊരു പോയിന്റ് പോലെ തോന്നി. പിന്നെ ആക്ച്വലി ഞാനെടുത്തത് ഈ പറഞ്ഞ പോലെ കുറച്ച് സോർട്ടഡ് വെജിറ്റബിൾസ്, പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് പറഞ്ഞാൽ അവർ തരും. ഇതാട്ടോ ക്യാരറ്റ് ഇഡ്ഡലി ആക്ച്വലി. പക്ഷേ കാണുമ്പോൾ ഒരു കപ്പ് കേക്ക് പോലെയുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ദോശയ്ക്കാണെങ്കിൽ അവർ നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ചട്നി ഉണ്ടായിരുന്നു. പുതിന ചട്നി, സാമ്പാർ, പിന്നെ ഡാൽ കറി, അങ്ങനെ സംതിങ്. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സേമിയ ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം, അങ്ങനെ അതാണെങ്കിൽ നമ്മളെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തു. പിന്നെ പുറത്തിരുന്നിട്ട് ആക്ച്വലി നമ്മൾ കഴിച്ചത്, പുറത്തത്തെ വ്യൂ ആസ്വദിച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഇൻ ടൈമായി. അപ്പം നമ്മൾ ജസ്റ്റ് ക്യാബ് ബുക്ക് ചെയ്തിട്ട് ആക്ച്വലി ഞങ്ങൾ താമസിക്കണതിൻ്റെ ഒരു 4 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ തിരിച്ച് നമ്മൾ റൂമിൽ വന്നു. അപ്പോൾ ഇത്രയാട്ടോ, നല്ല അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.